നിങ്ങൾക്കിത് വേണം മിസ്റ്റർ സുകുമാരൻ നായർ, നിങ്ങൾക്കിത് വേണം. നിങ്ങൾ 4 ദിവസം മുമ്പ് അല്ല, കുറച്ചു നാൾ മുമ്പ് ഒരു കരച്ചിൽ കരഞ്ഞു. ഞാൻ വിളിച്ചിട്ട് മുഖ്യമന്ത്രി ഫോൺ എടുത്തില്ല, എനിക്ക് കാണാൻ അനുമതി തന്നില്ല, എന്റെ ആവശ്യത്തിനല്ല സമുദായത്തിന്റെ ആവശ്യത്തിനാണ്. എന്തൊക്കെയായിരുന്നു ഡയലോഗ്. ആൻഡ് പേഴ്സണലി ഞാൻ എല്ലാവരോടും പറയട്ടെ, ഈ ഒരു ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ എത്തുക, ആ സംഘടനയെ നയിക്കുക, ഇത്രയും കാലം നയിക്കുക, എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക, ഇതൊക്കെ ഒരു കേപ്പബിലിറ്റിയാണ്. മാത്രമല്ല ഒരു നേതൃസ്ഥാനത്ത് എത്തുക, അത് കേരളം മുഴുവൻ അറിയാവുന്ന ഒരു വലിയ ഒരു പോസ്റ്റിലേക്ക് അവർ എത്തിച്ചേരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അവർ നടത്തുന്ന പ്രസ്താവനകൾക്ക് അത്രയും വാർത്താ മൂല്യങ്ങൾ ഉണ്ടാവുക, അവർക്ക് സമൂഹത്തിൽ അത്ര ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ വളരെ ഗ്രേറ്റ് വൺ. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സംഭവമാണ്. നമ്മളൊക്കെ അത് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. കുറച്ചൊക്കെ നമ്മൾ ഉള്ള സ്ഥലത്തൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പ്രകടിപ്പിക്കുന്നതാണ്. അത് വീണു പോകുന്ന സ്ഥലത്ത് പോലും നമ്മൾ മറ്റു വലിയ ലീഡേഴ്സിനെ നോക്കിയിട്ടാണ് പല കാര്യങ്ങളും മാതൃകയാക്കി നമ്മൾ എടുക്കുന്നത് പോലും. NSSന്റെ ലീഡറായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ശ്രീ സുകുമാരൻ നായർ ആയാലും, SNDPയുടെ നേതാവായി ഇപ്പൊ നിൽക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി ആയാലും, ഇനി ഏതൊക്കെ ഇനി മുസ്ലിം ലീഗിന്റെ നേതാവായിട്ട് നിൽക്കുന്ന സാദിഖ് അലി, തങ്ങളായാലും പേര് ഞാൻ വിട്ടുപോയി, അവരാണെങ്കിലും ഏതൊക്കെ മേഖലകളിൽ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയും എന്ന രീതിയിലേക്ക് വളർന്നു നിൽക്കുന്ന നേതാക്കൾ എല്ലാവരും തന്നെ. എന്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ നിങ്ങൾ കോമാളികളായി മാറരുത്. എന്റെയൊക്കെ ഒരു പ്രായം വെച്ച് എന്റെ ഇരട്ടി പ്രായം കാണും സാറിന്. ഞാൻ കുട്ടിക്കാലം മുതലേ ഞങ്ങളെയൊക്കെ കുറെ പേര് പഠിപ്പിച്ച് വളർത്തുന്നത് നായരൊക്കെ ശത്രുക്കളാണ്, സവർണരാണ്. നമ്പൂതിരിമാര് മൊത്തം സവർണരാണ്. അത് പിന്നെ ശത്രുക്കളെ ഉള്ളൂ. എവിടെ വെച്ച് കണ്ടാലും തല്ലിക്കൊള്ളണം എന്നൊരു മെന്റാലിറ്റിയോട് കൂടിയാണ് നമ്മളെയൊക്കെ പലരും ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. അത് വർഗീയതയല്ല കേട്ടോ. അതിനെന്താ ഇവര് പറയുന്നത്? അത് കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. കുണഞ്ഞ ഡയലോഗുകളൊക്കെ ആയിരുന്നു. എൻ്റെ അമ്മോ, നിങ്ങളൊക്കെ എത്രയോ കാലമായിട്ട് ഈ രണ്ട് മുന്നണികൾക്കും സഹായം ചെയ്യുന്നു, അവിടെ സഹായം ചെയ്യുന്നു, ഇവിടെ സഹായം ചെയ്യുന്നു. നിങ്ങളുടെ മുന്നണി സമദൂരം ബഹുദൂരം, എന്തോന്ന് സമദൂര സിദ്ധാന്തം, എന്തൊക്കെയോ ആണ് നിങ്ങൾ പറയുന്നത്. ആഫ്റ്റർ ഓൾ നിങ്ങളെ വിളിക്കുന്നത് സവർണർ. ഈ സവർണർ എന്ന് നായർ സമുദായത്തെ മൊത്തമായിട്ട് അഭിസംബോധന ചെയ്യുകയും, നായരുടെ ചരിത്രം ഇന്നതാണ് പറയുന്ന ഒരു കഥയുണ്ട്, നമ്പൂതിരി നായർ കഥ. ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നമ്മളടുത്ത് പറയും കേട്ടോ. ഇതൊക്കെ ഞാനൊക്കെ കേട്ടിരുന്ന് ആസ്വദിക്കുക. ആഹാ, നല്ല രസമുണ്ട്. അപ്പോ നമ്മളിങ്ങനെ പണ്ടത്തെ ചരിത്രം ഓർത്ത് നിൽക്കുകയാണല്ലോ. ഇങ്ങനെ ഈ പ്രസംഗിച്ച് നടക്കുന്നവന്മാരും നിങ്ങൾ ഈ പ്രവർത്തിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഈ സമദൂര സിദ്ധാന്തം ഇട്ട ഇതേ പാർട്ടികളുടെ പിന്തുണ ഉള്ളവർ, ആ പാർട്ടിയുടെ പല റേഞ്ചിൽ പ്രവർത്തിക്കുന്നവരൊക്കെ പബ്ലിക്കായിട്ട് ഇത് പ്രസംഗിച്ച് നടക്കുക. നിങ്ങൾ നോക്കൂ, അത് കേൾക്കുന്ന നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് എന്ത് വിഷമം ഉണ്ടാകും അല്ലേ? ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് എനിക്ക് എപ്പോഴാണ് എന്റെ കലി വന്ന് കയറിയെന്ന് വെച്ചാൽ, ഇവന്മാർ ഈ പറയുന്നത് നായർ സമുദായത്തെ അല്ല, ടോട്ടൽ നമ്മുടെ ഭാരതത്തിന്റെ കൾച്ചർ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനും, എന്നിട്ട് ഇവിടെ അടയാളമേ ഇല്ലാത്ത ആൾക്കാരാണ് ദളിത് പിന്നോക്ക ഹിന്ദുക്കൾ. അടയാളമേ ഇല്ല. പൊയ്കയിൽ അപ്പച്ചൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കേൾക്കുന്നുണ്ട് പല ചരിത്രങ്ങളും, പക്ഷെ നമ്മുടെ ആൾക്കാരെ പറ്റി ഒരു ചരിത്രവും കേൾക്കാനുമില്ല, എഴുതി വെച്ചിട്ടുമില്ല എന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദാറ്റ്സ് സെയിം. അപ്പോ ഈ ബാക്കിയുള്ളവരുടെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ അംബേദ്കറൈറ്റുകൾ, ദളിത് ആക്ടിവിസ്റ്റുകൾ, ഇവര് നമ്മളെ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ല ഇവര് കൂടുതലും സംസാരിക്കുന്നത്. ഇവര് സംസാരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ആയിരുന്നു, നമ്മളെ ഒരു പഴയ രീതിയിൽ നമ്മളിങ്ങനെ അടിച്ചമർത്തപ്പെട്ട്, നമ്മളിങ്ങനെ മാറ്റി നിർത്തപ്പെട്ട്, അകറ്റി നിർത്തപ്പെട്ട്. അപ്പോഴും ഞാൻ നമ്മളെല്ലാം മാറ്റി നിർത്തിയത്. അതിന് നമുക്കെന്താ ഇപ്പോ, നമുക്ക് അതിൽ അപകർഷത തോന്നേണ്ട ആവശ്യമൊന്നും നമുക്കില്ലല്ലോ. മാറ്റി നിർത്തിയവനും കാലങ്ങൾ കഴിഞ്ഞു പോയില്ലേ. അത് പറ്റൂല. അതിങ്ങനെ ഓർക്കണം. കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ, ചരിത്രത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണം. അപ്പൊ നമ്മൾ മുഗൾ സാമ്രാജ്യം ഈ നാട്ടിൽ ചെയ്ത ക്രൂരതകളെ പറ്റി നമ്മൾ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പറയും നീ വർഗീയവാദിയല്ലേടാ, സംഖ്യയാവും. എനിവേ, അതങ്ങനെയായി. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴും ഈ ചരിത്രങ്ങൾ ഇതേ പാർട്ടിയുടെ പല പല അംഗങ്ങളും പങ്കെടുക്കുമ്പോൾ, ഇതിങ്ങനെ കാറിക്കൂവി നടക്കുമ്പോൾ, അതൊരു സാംസ്കാരിക വെല്ലുവിളിയാണെന്നും മൂല്യച്യുതി ആണെന്നും തിരിച്ചറിയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ കരുതുന്നത് എങ്ങനെയാണ്? മന്ത്രിസഭയിൽ സ്വാധീനം കൊടുക്കുന്നു, നായർ സമുദായം ഇത്ര ശതമാനമുണ്ട്, ഇത്ര ശതമാനം വോട്ടുണ്ട്, ഞങ്ങൾ വിചാരിച്ചാൽ ഇത്രയും കരയോഗങ്ങളുണ്ട്, കരയോഗങ്ങളിൽ നിന്ന് ഇത്രയും വോട്ടുകൾ അങ്ങോട്ട് ചെല്ലും, ഞങ്ങൾ വിചാരിച്ച പാർട്ടിയെ നമുക്ക് വോട്ട് ചെയ്യാൻ കഴിയും, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കണം. നിങ്ങൾ മുസ്ലിം ലീഗിനെ പോലെയാണ് ഈ സാധനം എന്നാണ് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്. ഈ NSSും SNDP നിങ്ങൾ പറഞ്ഞ എത്ര പേര് വോട്ട് ചെയ്യുമെന്നാ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ? നിങ്ങളിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് താല്പര്യം ഉള്ളവൻ തന്നെ വോട്ട് ചെയ്യും. കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിൽ താല്പര്യമുള്ളവനെ വോട്ട് ചെയ്യുള്ളൂ. BJPക്ക് നിങ്ങൾ വോട്ട് ചെയ്യാൻ പറഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ ഈ മൊത്തം സമുദായത്തിന്റെ പവർ അപ്പം കാണാം. 25% പോലും BJPക്ക് വോട്ട് ചെയ്യൂല, 25% പോലും ചെയ്യൂല. എങ്ങനെയുണ്ട്? നിങ്ങളെ പവർ ഉണ്ടെങ്കിൽ ആ മൊത്തം വോട്ടും ഇപ്പുറത്തും അറിയേണ്ടതാണ്.
ഇല്ല. മുസ്ലിം ലീഗിനെ പോലെ അങ്ങനെയുള്ള ഒരു പവർ നിങ്ങൾക്കില്ല. അത് നിങ്ങളുടെ അതുകൊണ്ടാണ് നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്. പാണക്കാട് നിന്നായിരുന്നു വിളിയെങ്കിൽ സതീശേട്ടൻ വണ്ടി വിളിച്ച് അവിടെ ചെന്നിട്ട് നേരിട്ട് സംസാരിച്ചേ. നിങ്ങൾ ഓർമ്മയുണ്ട് ഒരു 3 വർഷം മുമ്പ് നിങ്ങൾ കൊടുത്ത ഒരു ബൈറ്റ്? എൻ്റെ അടുത്ത് 1.5 മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ച VD സതീശൻ നായരല്ലേ ജയിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ ഒരു വേദിയിൽ പ്രസംഗിക്കുന്നതാ. അത് കഴിഞ്ഞ് നിങ്ങൾ ചാനലിന് ബൈറ്റ് കൊടുത്തപ്പോഴും നിങ്ങൾ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പിന്നെ പറഞ്ഞു ഒരു സമുദായ നേതാക്കളുടെയും തിണ്ണ നിരങ്ങാൻ പോകില്ല ജയിച്ചു കഴിഞ്ഞപ്പോൾ. എനിക്കൊന്ന് പാർലമെന്റ് ഇലക്ഷൻ ആണെന്ന് തോന്നുന്നത്. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സമുദായ നേതാവിന്റെ തിണ്ണ നിരങ്ങാൻ പോകില്ല എന്ന് പറഞ്ഞ VD സതീശൻ ജ്ഞാനായി ഏതോ ഒരു ക്രിസ്ത്യൻ സഭയുമായി ബന്ധപ്പെട്ട ആളെ കാണാനും അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ പോയി എന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അവിടെ എന്തുകൊണ്ട് സുകുമാരൻ നായർ പരാജയപ്പെട്ടു പോയി? നിങ്ങൾ വേറൊരു കാര്യം ഓർമ്മയുണ്ടോ? ഒരു ബൈറ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു വെക്കുന്നത്. ഇവര് പറയുന്നുണ്ടല്ലോ സ്വർഗത്തിൽ എന്നാ ഇത്ര ഹൂറി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആര് പോയി സ്വർഗത്ത്? ഏതവനാ സ്വർഗത്ത് പോയിച്ചു വന്നത്? അപ്പൊ അതുകൊണ്ട് ആ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അവസരത്തിന് ഒപ്പം നമുക്കിട്ട് പണിയുക, അത് കയ്യിലിരിക്കട്ടെ. അത് ഹിന്ദുവിനോട് വേണ്ട, അതിനെ നേരിടാനുള്ള ശക്തി ഹിന്ദുവിനുണ്ട് ഇവിടെ ഈ രാജ്യത്ത്. ഷംസീറിനെ ഞങ്ങൾ ഇതുവരെ വല്ലതും പറഞ്ഞു? ഇത്രയും നാളായിട്ട് ഞങ്ങൾ ആരെങ്കിലും ഷംസീറിനെ പറ്റി പല്ലേ പറഞ്ഞു? അല്ലെങ്കിൽ വേറൊരു മുസ്ലിമിൻ്റെ അടുത്ത് പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളും മുസ്ലിം സഹോദരങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. അവർ നല്ല ആളുകളാണ് ഏറെയും. അവരിൽ ചില പുഴുക്കുത്തുകളുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞത് ആരുടെ ധൈര്യത്തിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഈ പറഞ്ഞത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ധൈര്യത്തിലല്ല എന്നും BJP എന്നൊരു പാർട്ടി ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയും എന്നുള്ളത് കൊണ്ടും നിങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കും എന്നുള്ള പേടി മറ്റവർക്ക് രണ്ടുപേർക്കും ഉള്ളതുകൊണ്ട് അവർ രണ്ടുപേരും നിങ്ങളൊന്നും പറയില്ല എന്നുമുള്ള ധൈര്യം മാത്രമാണ്. അതിന് കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഇതേ ധൈര്യം തന്നെയാണ് ശ്രീമാൻ വെള്ളാപ്പള്ളിക്കും ഉള്ളത്. അതുകൊണ്ടാണ് മോനെ നേരത്തെ ഇതിലോട്ട് വെച്ചിട്ട് ഒരു പാലയിട്ട് വെച്ചിരിക്കുന്നത്. അന്ന് വർഗീയവാദി എന്ന് പേര് വീണ ആളാണ് നിങ്ങൾ അല്ലേ? ഇതുപോലെ വെള്ളാപ്പള്ളി 2 സത്യങ്ങൾ പറഞ്ഞുള്ളൂ, വർഗീയവാദി ആക്കപ്പെട്ടു. നിങ്ങൾ BJPയിലും വന്നില്ല, ഒന്നിലും വന്നില്ല. സോ കോൾഡ് യു സവർണ ഫാസിസ്റ്റുകൾ, നിങ്ങളാണ് മന്ത്രിസഭ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ആജീവനാന്തകാലം ശത്രുത ഉണ്ടാകണം. സുരേഷ് ഗോപിയൊക്കെ പെരുന്നയൊക്കെ സ്വയം ശുദ്ധീകരിക്കണം, അല്ലെങ്കിൽ പെരുന്നയൊക്കെ ശുദ്ധീകരിക്കപ്പെടും, അവിടെ ഇരിക്കുന്നവർ ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ സ്വയം ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ പറഞ്ഞത് കാര്യമായിട്ടാണ്. അതാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്. നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എത്ര കാലമായി ഈ സമുദായ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നു? എത്ര കാലമായി ഈ ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുള്ള ആക്ഷേപങ്ങൾ തുടങ്ങിയിട്ട്? യു സോ കോൾ യു സവർണ ഫാസിസ്റ്റ്. എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഭരണകൂടത്തെ മുഴുവൻ നിയന്ത്രിച്ച് ഇവിടത്തെ എന്താ പറയുക ദളിതർക്ക്, ആദിവാസികൾക്ക്, ഇവിടെയുള്ള പിന്നാക്ക ഹിന്ദു സമുദായങ്ങൾക്ക് എല്ലാം കിട്ടാൻ അർഹതയില്ലാതാക്കി അവരുടെ വേണ്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ തട്ടിത്തെറിപ്പിക്കുന്ന സവർണ ഫാസിസ്റ്റുകൾ മാത്രമാണ് നിങ്ങൾ. ഇതാണ് വെപ്പ്, ആരും പറഞ്ഞതല്ല. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു നരേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ സമുദായം എന്നതിലുപരി നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ശ്രീമാൻ മന്നത്ത് ജി സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റി അവർ നിങ്ങളുടെ മാത്രം ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കിയെന്ന് നിങ്ങളോട് ആരും പറഞ്ഞു? നിങ്ങൾ ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ദളിത് കുട്ടികളുടെ ഒരു ഗ്രാമം, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ഒരു ആദിവാസി ഗ്രാമം നിങ്ങൾ ദത്തെടുത്ത് അത് മുഴുവൻ നല്ല വീടുകളൊക്കെ വെച്ച് കൊടുത്ത് അവർക്ക് വേണ്ടുന്ന, അവർക്ക് വിശ്വാസപരമായിട്ടുള്ള അവർക്കൊരു ക്ഷേത്രം അതും വെച്ച് കൊടുത്ത് അവരെല്ലാം ഒന്ന് എന്താ പറയുക വലിയ ഒരു ഉന്നമനത്തിലേക്ക് കൊണ്ടുവന്ന് നല്ലൊരു രീതിയിൽ അവരെയൊക്കെ കാണുന്നതിൽ മന്നത്ത് ജി സ്വപ്നം കണ്ടിട്ടുള്ള അന്നത്തെ അദ്ദേഹം വളരെ സാമൂഹ്യ പരിഷ്കർത്താവായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, ചാരിറ്റി ഒക്കെ ചെറിയ ചെറിയ തോതിലൊക്കെ നിങ്ങൾ അവർക്കൊക്കെ ചെയ്യുന്നുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഒരു വാസ്റ്റ് ആയിട്ട് ചെയ്ത് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പൊ അയ്യങ്കാളിയുടെ പേരിലുള്ള സ്കൂളൊക്കെ ഇനി കൂടുതൽ ഡെവലപ്പ് ചെയ്ത് നായർ സർവീസ് സൊസൈറ്റിയും കൂടെ സഹായിച്ചിട്ടാണ് അത് വളർന്നത്. അങ്ങനെ ഈ സമുദായങ്ങൾക്കിടയിൽ ഇവർ ഈ പറഞ്ഞു വരുത്തുന്ന സവർണൻ അവർണൻ ഈ ഫാസിസ്റ്റ് ചിന്താഗതിയും ആൾക്കാരുടെ തമ്മിലുള്ള ഈ സ്പർദ്ധയും മാറ്റാൻ നിങ്ങൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? നിങ്ങൾ 72 ഹൂറിമാരുടെ കഥ പറഞ്ഞ അതേ ബൈറ്റിന്റെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളോട് ഞങ്ങൾക്കൊരു ശത്രുതയില്ലല്ലോ, അവർ മുസ്ലിങ്ങളൊക്കെ നല്ലവരുണ്ടല്ലോ, പക്ഷെ അതിനുള്ളിൽ പുഴുക്കുത്തുകളുണ്ട്. യെസ്, നമ്മുടെ ഈ സമുദായങ്ങൾക്കിടയിൽ ഈ പുഴുക്കുത്തുകളുണ്ട്. അവരെ ഒഴിവാക്കി മറ്റുള്ളവരെ കൂടെ ഉൾക്കൊള്ളാനുള്ള ഒരു വിശാല മനസ്കത അത് കാണിക്കാനും അത് പ്രകടിപ്പിക്കാനും ഒക്കെ ഇത്രയും കാലമായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. വൈ? നിങ്ങൾ സുരേഷ് ഗോപിയെ പറയാൻ പോകുന്നു, നിങ്ങൾ സ്വയം ശുദ്ധീകരിക്കപ്പെടും മിസ്റ്റർ. നിങ്ങളുടെ പേരിൽ ഒരു അലിഗേഷൻ വന്നായിരുന്നല്ലോ, നിങ്ങളുടെ മരുമകന്റെ പേരിൽ എന്തോ ബാങ്കുമായി ബന്ധപ്പെട്ട്.
അത് നിങ്ങൾ എന്തായാലും ഭരണകൂടമൊക്കെ ചേർന്ന് നിങ്ങൾ മുഖ്യതായിരിക്കും. എനിക്ക് അതിനെപ്പറ്റി ഫർദർ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞിടാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അന്ന് ഒരുപാട് ന്യൂസുകൾ വന്നായിരുന്നു. അതുപോലെ ശ്രീമാൻ വെള്ളാപ്പള്ളിയുടെ പേരിൽ അവരുടെ എന്തോ ഒരു മൈക്രോ ഫിനാൻസ് അതുമായി ബന്ധപ്പെട്ട വലിയൊരു കേസ്. സോ ഇത്രയും ബൃഹത്തായ ഒരു സംഘടന, വലിയ ആശയത്തോടു കൂടി ഉണ്ടാക്കിയ സംഘടന, നായർ സർവീസ് സൊസൈറ്റി എന്നാണ് പേരെങ്കിലും ആ സർവീസ് പുറത്തും കൂടെ വരുമ്പോഴാണ് ഇതിനൊക്കെ വിശാലത ഉണ്ടാകും. ഇതൊക്കെ എന്നാ നിങ്ങൾ പഠിക്കുക? നിങ്ങൾ പറഞ്ഞല്ലോ ഹിന്ദുവിന് ഇപ്പൊ അതിനുള്ള ധൈര്യമുണ്ട്. ഏത് ഹിന്ദു? നിങ്ങൾ മാത്രം നിന്നാലോ? അങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഇനി നിങ്ങൾ പറയുന്ന പോലെ എല്ലാവരും കൂടെ ദ വേൾഡ് ഹിന്ദു SNDPയും നിങ്ങൾ മാത്രം ചേർന്നാൽ മതിയോ? ബാക്കിയുള്ള എല്ലാവരും ചേരണ്ടേ? എല്ലാവരും ഉൾക്കൊള്ളണ്ടേ? അതൊരു വലിയ കുടക്കീഴിലേക്ക് അത് വരണ്ടേ? നമ്മുടെ ഭാവി തലമുറകൾ സുരക്ഷിതമായി സന്തോഷത്തോടു കൂടി നല്ല വിദ്യാഭ്യാസത്തോടു കൂടി നല്ല ജോലിയോട് കൂടി ജീവിക്കണമെങ്കിൽ അതൊരു വലിയ കുടക്കീഴിലേക്ക് വരണ്ടേ? എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അതൊന്നും സാധിക്കുന്നില്ല? നിങ്ങൾ പറയുന്നത് നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുത്തുന്നില്ല. ഉണ്ട വിലയാ തരുന്ന, ഉണ്ട വില. കോൺഗ്രസിന് അറിയാം ഇതിലെത്ര നായന്മാർ അവർക്ക് വോട്ട് ചെയ്യുന്നതിന് ആ വോട്ട് അവർക്ക് തന്നെ കിട്ടും. പിന്നെ നിഷ്പക്ഷ വോട്ടുകളുണ്ട്, അതങ്ങനെ മറിയും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിയും. അതൊന്നും നിങ്ങളുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അത് ജനങ്ങളുടെ മെന്റാലിറ്റിയാണ്, ട്രെൻഡാണ്. ആ സമയത്തെ ന്യൂസ് ചാനലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവരെ സ്വാധീനിക്കും. അതും വെച്ചിട്ടാണോ നിങ്ങൾ വില പൈസ നിൽക്കുന്നത്? അതുകൊണ്ടാണ് നിങ്ങൾ മൈൻഡ് ചെയ്യാത്തത്. അത് മൈൻഡ് ചെയ്യാത്തതിൽ നിങ്ങൾക്ക് വലിയ വിഷമം. സുരേഷ് ഗോപി നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമെന്ന് പറഞ്ഞതിലാണ് നിങ്ങൾക്ക് വിഷമം. പട്ടിയെ കയറ്റാൻ പറ്റില്ല. അതിനോട് പിന്നെ ഞാൻ യോജിക്കുന്നു. കാര്യം മന്നത്ത്ജിയുടെ സ്ഥലമായാലും പൊയ്കയിൽ അപ്പച്ചന്റെ സ്ഥലമായാലും മഹാത്മാ അയ്യങ്കാളിയുടെ സ്മൃതി മണ്ഡപം ഒക്കെ ആയാലും അതൊക്കെ ഒരു പവിത്രമായി കാണുന്ന ഒരാളാണ് ഞാൻ. അത്രയും പവിത്രമായ സ്ഥലത്തേക്ക് അങ്ങനെ കയറ്റുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്കത് രാഷ്ട്രപതിയോട് നേരിട്ട് സംസാരിക്കാം, ഉപരാഷ്ട്രപതിയോട്. നിങ്ങൾ VD സതീശനെ ഫോൺ ചെയ്തല്ലോ, അവിടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. വല്ല മൈൻഡും ചെയ്തു എന്ന് വിളിച്ചില്ല. PS വിളിക്കും, PA വിളിക്കും എന്നൊക്കെ പറയുന്നല്ലാതെ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നുമില്ല. ഞാൻ ആദ്യം നിങ്ങളെയൊക്കെ പുകഴ്ത്തി, അതായത് നിങ്ങളെപ്പോലെ ഇത്രയും സാമുദായികമായിട്ടുള്ള സംഘടനകളുടെ ഉന്നത തലത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ പറ്റി ഞാൻ ആദ്യം ഒരു ഇൻട്രോ പറഞ്ഞ് എന്തിനാന്ന് മനസ്സിലായോ? യു ഹാവ് ഇൻഫ്ലുവൻസ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അത് വാഗൊണ്ടല്ല. പണ്ട് ആരോ ഉണ്ടാക്കിയിട്ട് ഒരു സംഘടനയും അതിന്റെ കരയോഗങ്ങളും അതിന്റെ എണ്ണവും കൂട്ടി ജനസംഖ്യാ കണക്കുകളും എടുത്തു വെച്ച് അതിന്റെ താളുകളിൽ ആൾക്കാരുടെ പേരെഴുതി ചേർത്ത് ഓരോ സ്ഥലത്തും സമുദായത്തിന് എത്ര ആളുണ്ടെന്നും എത്ര വോട്ടുണ്ടെന്നും എഴുതി ചേർക്കുന്നതല്ല പ്രവർത്തനം. അതല്ല ഹിന്ദു, അതല്ല പൊളിറ്റിക്സ്. അതിൽ നിങ്ങൾ ജീവിച്ച് നിങ്ങൾ മരിക്കുന്ന കാലം വരെ എങ്ങനെ പോകണമെന്ന് ചിന്തിക്കുന്നതുമല്ല രാഷ്ട്രബോധം. 10 തലമുറയ്ക്കപ്പുറം എങ്ങനെ ഉണ്ടാകും എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ സമുദായത്തിനെ നിങ്ങൾക്ക് രക്ഷിക്കാം, എല്ലാവരെയും രക്ഷിക്കാം. നിങ്ങൾക്കൊരു വില ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇങ്ങനെ സുരേഷ് ഗോപി ഒരു ചുക്കും ചെയ്യൂല, നിങ്ങൾ വല്ല ചുക്കും ചെയ്യൂ? അതും ചെയ്യില്ല. ഇത്രയും പ്രായമായ ഒരാളെ പറ്റി ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് അങ്ങേയറ്റം വിഷമമുണ്ട്. പക്ഷേ നിങ്ങളിത് അർഹിക്കുന്നു. എനിക്ക് എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ഈ അറിവിൽ ഇത്രയും കാലം കൊണ്ട് എനിക്ക് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞവന്മാരിൽ നിന്നും എൻ്റെ ഉള്ളിലെ പകയും വിദ്വേഷവും എല്ലാം മാറി അവരെ ക്രിട്ടിസൈസ് ചെയ്ത് എനിക്ക് സംസാരിക്കാൻ തോന്നുകയും അതിൽ നിന്നും എൻ്റെ ഉള്ളിലുള്ള പഴയ കീടങ്ങളെല്ലാം ഞാൻ എടുത്തു കളഞ്ഞ ആ ജാതി ബോധങ്ങളും ജാതി ചിന്തകളും എല്ലാം ഒഴിവാക്കി ഞാൻ ചിന്തിച്ചു തുടങ്ങിയതിൻ്റെ ഫലമാണ് എനിക്ക് ആ ഒരു വെളിച്ചം കിട്ടിയത്, ആ ഒരു തിരിച്ചറിവ് വന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളെ പറ്റിയൊക്കെ എന്തോരം ബാഡ് ഇമേജ് ആണ്, എത്രത്തോളം ഒരു കിരാത രൂപമാണ് നിങ്ങളെ പറ്റിയൊക്കെ ഈ സമൂഹത്തിൽ പൊതുവെ പറഞ്ഞ് പരത്തുന്നത്. അതിന് നിങ്ങൾ തന്നെ ഏത് പാർട്ടിയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതേ പാർട്ടിയുടെ തന്നെ ആൾക്കാരുണ്ട്. നിങ്ങൾ ആരൊക്കെയാണോ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവരൊക്കെ തന്നെയാണ് മറ്റുള്ളവരെ സ്പോൺസർ ചെയ്ത് ഈ ചരിത്രങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് ഈ പക സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് തിരിച്ചറിയാൻ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ സംഘടന ശുദ്ധീകരിക്കപ്പെടും. ജയ് ഹിന്ദ്.